ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്കൂൾ കലോത്സവം തുടങ്ങി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പൊന്നൂസിന് ഇന്ന് സ്കൂളിൽ ഭരതനാട്യം കുച്ചിപ്പുടിയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് രാവിലെ വന്നു വർക്ക് തുടങ്ങി. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കൊക്കെ കഴിയാറായി. അങ്ങനെ നമ്മുടെ പൊന്നൂസ് ഭരതനാട്യത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടാ. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്കൂളെത്തിയതിന് ശേഷം നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേറെയും വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും യു പി സെക്ഷനിലെ കുട്ടിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. യു പി സെക്ഷനിൽ കഴിഞ്ഞു. അടുത്തത് ഹൈസ്കൂൾ വിഭാഗത്തിലാണ് കേട്ടോ പരിപാടി. അങ്ങനെ നമ്മുടെ പൊന്നൂസ് ഇവിടെ ബാക്ക് സ്റ്റേജിൽ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോ ഡൗട്ടും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചോദിക്കുകയാണ്. കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ഡാൻസറും കൂടിയാണ്. അങ്ങനെ ബാക്ക് സ്റ്റേജിൽ നിന്ന് ടെൻഷൻ അടിച്ചാലും സ്റ്റേജിൽ വന്നപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റി. അങ്ങനെ ഫസ്റ്റ് പ്രൈസും കിട്ടി. ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കുച്ചിപ്പുടിയും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹെയറും ഡ്രസ്സൊക്കെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നന്നായി എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു കൂട്ടാ. അപ്പം തന്നെ സമയം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും നിർബന്ധിച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇപ്പോൾ പെർഫോമൻസും തുടങ്ങി കഴിഞ്ഞു. കുച്ചിപ്പുടി ചെയ്തിട്ട് അതിലും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അങ്ങനെ ടീച്ചേഴ്സും അതുപോലെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ട് കൺഗ്രേറ്റ്സും എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാൽ. പൊന്നൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അങ്ങനെ പൊന്നൂസിൻ്റെ വക എല്ലാവർക്കും ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ എല്ലാവരും കൂടി ജോളിയായിട്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ലച്ചൂസിൻ്റെ വരവ്. അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ ഡാൻസ് ആണെന്ന് അറിയാം, പക്ഷെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഇടയിലാണ് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് തന്നുട്ടാ. അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം ഒപ്പനയ്ക്കുള്ള പെർഫോമൻസ് ആണ് ഇവിടെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടക്കേണ്ട ദൂരം തന്നെ ഉള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നമ്മളിതൊക്കെ ചേഞ്ച് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.